ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ ഡ്യൂപ്പർ വീഡിയോ ആണ്. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും സാധിച്ചിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിക്ക് നമുക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഇതുവരെ ഒരു പ്രൊമോഷനും കിട്ടിയില്ല, സാലറി കൂട്ടി കിട്ടിയിട്ടില്ല. ഒരു ചെറിയ ലോട്ടറികളൊക്കെ എടുത്തു കഴിഞ്ഞാലും അതുമൊക്കെ നമുക്ക് കിട്ടും. പിന്നെന്താ, അങ്ങനെ പല പല കാര്യങ്ങൾ സാധിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരടിപൊളി വീഡിയോ ആണ്. ഇത് ഞാൻ ഇടാത്തത് എന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ വീഡിയോയിൽ കണ്ട ഒരു വെച്ച് ചെയ്യുവാണ്. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ആർക്കാ കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ കൂടപ്പുറപ്പ് മഹേഷില്ലേ, ചേട്ടന്റെ പെങ്ങടെ മകൻ മഹേഷിന് നേരത്തെ തന്നെ ഞാനിത് പറഞ്ഞു കൊടുത്തു. നീ ഇതൊന്ന് ചെയ്തു നോക്കിക്കേ, ഞാൻ അതിന്റെ ലിങ്ക് ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നീ ഒന്ന് ചെയ്തു നോക്ക്, റിസൾട്ട് കിട്ടുവാണെങ്കിൽ നീ പറയണമെന്ന് പറഞ്ഞു. അവന് 5ാമത്തെ ദിവസം ചെയ്തപ്പോഴാണ് അവന് റിസൾട്ട് കിട്ടിയത്. പക്ഷെ എല്ലാവർക്കും 5 ദിവസമൊന്നും ആവണ്ട. ഇന്ന് എഴുതി നോക്കി പ്രാർത്ഥിക്കുവാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ആൾക്കാർക്ക് ഉടനെ തന്നെ, അതായത് അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടിയവരുണ്ട്. അതല്ല 2 ദിവസം 3 ദിവസം 4 ദിവസമായവർക്ക് റിസൾട്ട് കിട്ടിയതുണ്ട്. ആ കിട്ടുന്നിടം വരെ നമ്മൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിറ്റേ ദിവസം തൊട്ട് അടുത്തതിന് വേണ്ടി പറയല്ല, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണ്ടി മാത്രമേ പിന്നെ അത് ചെയ്യാവുള്ളൂ കേട്ടോ. അത് ഞാൻ എന്നാ പറയുന്നതെന്ന് മനസ്സിലായോ? അങ്ങനെ ഇത് പറ്റത്തുള്ളൂ. ഇതൊരു പ്രപഞ്ച ശക്തിയുടെ ഒരു പ്രത്യേക ഒരു ഇതാട്ടോ. നിങ്ങൾ ശരിക്കും കളിയാക്കല്ലേ, കളിയാക്കുന്നവർക്ക് അതിന്റെ പ്രതിഫലമൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും വിശ്വസിക്കണം. വിശ്വാസമില്ലാത്തവർ ചെയ്യണ്ട കേട്ടോ. അല്ലാണ്ട് ആരും ഒന്നും പറയില്ല കേട്ടോ. ഞാൻ എന്താണേലും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോ നോക്കിയിട്ട് പോയിട്ട് വരാം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം, കമന്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോ അപ്പൊ തന്നെ എനിക്ക് വന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ. നാളെ തന്നെ നിങ്ങൾ കമന്റ് വരും, എനിക്ക് കിട്ടി ചേച്ചി എന്നും പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ പൈസ കടം കൊടുത്തവരുടെ എല്ലാം തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഒന്നും ആരും പേടിക്കണ്ട. അപ്പൊ നമുക്ക് എന്താണെന്നുള്ള വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ ഇന്നിടുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി വീഡിയോ കേട്ടോ. റിസൾട്ട് കിട്ടിയ ആള് എന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഞാൻ പറയാം. നമ്മുടെ ആ ഇന്നത്തെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മഹേഷിന് അയച്ചു കൊടുത്തായിരുന്നു നേരത്തെ തന്നെ. അപ്പൊ അത് കിട്ടിയോണ്ടാണ് ഞാൻ ഇന്നത് ഇടുന്നത് തന്നെ ആ വീഡിയോ. അല്ലെ, മഹേഷിന് എന്തോ പൈസയുടെ ആയിരുന്നു അല്ലെ മഹേഷ്? കിട്ടി. അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷമായി മഹേഷ് അത് പറഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ ശരി മഹേഷ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി വന്നതിന് ശേഷമാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് ഇച്ചിരി വൈകിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞാൻ പറഞ്ഞ മഹേഷ്, നമ്മുടെ കസിൻ മഹേഷ്, ചേട്ടൻ്റെ പെങ്ങടെ മകൻ, ഞങ്ങൾ ഇന്ന് പണവള്ളി പോയില്ലേ, അപ്പോൾ അവിടുത്തെ അവന് ഞാൻ നേരത്തെ തന്നെ അയച്ചു കൊടുത്തായിരുന്നു ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ അവൻ ഇന്ന് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയുമായിരുന്നു, ഞാൻ പറഞ്ഞു നീ വീഡിയോയിൽ തന്നെ പറഞ്ഞോളാൻ പറഞ്ഞു. അവൻ്റെ കാര്യം സാധിച്ചു കിട്ടി. അവൻ എന്താ കിട്ടിയെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഈ വീഡിയോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഞാൻ ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ 12 വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അത് 2 ഞാൻ ഇവിടെ ചെയ്ത് ഇപ്പൊ തീർന്നതേ ഉള്ളൂ. അപ്പം ഇനിയിപ്പം ഞാനും ഇത് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം. ഇതിപ്പം അവന് കിട്ടിയ റിസൾട്ടാണ്. ഇത് സൂപ്പർ ഒരു അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ലിങ്കാണ് ഞാൻ അവന് അയച്ചു കൊടുത്തത്. അപ്പോൾ അതെന്നാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ ഫസ്റ്റിൽ എന്താ ചെയ്യണം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്കിപ്പം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്താ ഈ ജോലി സംബന്ധിച്ചുള്ള ഇൻക്രിമെന്റ്, പിന്നെ എന്നായിരുന്നു പ്രൊമോഷൻ, ഇത് എല്ലാം കിട്ടേണ്ട സമയത്തോ, അതല്ല ഇപ്പം നമ്മളൊരു ചെറിയൊരു ലോട്ടറി എടുക്കുന്നത്, അപ്പം വലിയ അങ്ങേറ്റത്തെ എമൗണ്ട് എന്നൊന്നും പറഞ്ഞ ആരും ഭയങ്കര ഇതായിട്ടൊന്നും എടുക്കരുത്. പറയാൻ പറ്റത്തില്ല എങ്ങനത്തെ എമൗണ്ട് അടിക്കുന്നതെന്നൊന്നും. ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കാം. മിക്കവർക്കും ചെറിയ എമൗണ്ട് അടിച്ചിട്ടുണ്ട്. ഭാഗ്യമുള്ളവർക്ക് എഴുതിയാൽ വലിയ എമൗണ്ടോ അടിക്കും. നമുക്കതൊന്നും പറയാൻ പറ്റില്ല. എന്താണേലും അടിക്കും. അങ്ങനെ അടിച്ചവരുടെ റിസൾട്ട് കമന്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇത് നേരത്തെ തന്നെ ചേട്ടനാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഉണ്ടല്ലോ ഇത്
മഹേഷ് പറഞ്ഞു കേട്ടോ. ആ അതാ പറഞ്ഞു മഹേഷിന് ഞാൻ ഇതിന്റെ ലിങ്ക് നേരത്തെ അവന് ഞാൻ പറഞ്ഞതെല്ലാം കൊടുത്തിട്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പൊ അവനത് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു റിസൾട്ട് കിട്ടി. അപ്പൊ ഞാൻ ഓർത്തു ഇന്ന് അവിടെ ചെല്ലുമെന്ന് നമുക്കറിയാമായിരുന്നല്ലോ. അപ്പൊ അവനുമായിട്ട് നേരിട്ട് പറയാമല്ലോ എന്ന് ഓർത്താണ് ഞാനത് ഇന്ന് ചെന്നപ്പം പറഞ്ഞത്. അവൻ എന്നോട് പറഞ്ഞത്. അപ്പം വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അന്നേരം നമ്മൾ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എമൗണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്തെങ്കിലും കുറെ കാര്യസാധ്യതകളൊക്കെ ഓരോ സാധ്യതകൾ കിടക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒക്കെ ഇത് നമുക്ക് അടിക്കുമെന്നുള്ള 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എന്താന്നുള്ളത് കുറെ ആൾക്കാർ പറയും വെറുതെ കണകുണാ പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്ന് പറയും. പക്ഷെ കാര്യം പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മൾ ഇത് ആരോടാ പറയേണ്ടത്? പ്രപഞ്ചശക്തിയോടാണ് നമ്മൾ പറയേണ്ടത്, അല്ലാണ്ട് വേറെ ആരോടും അല്ല ഇത് പറഞ്ഞ് അവതരിപ്പിക്കേണ്ടത്. അപ്പം നമ്മള് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇടത്ത് കൈയില് ഉള്ളം കൈയില് എന്താ ചിഹ്നം എഴുതണ്ടേന്ന് നിങ്ങൾ നോക്കിക്കോ. ഇങ്ങനൊരു ചിഹ്നം. ഇത് ഏത് കളറാ? ബ്ലൂ അല്ല. എന്റെ കയ്യിൽ ഇപ്പൊ റെഡ് ഇല്ലായിരുന്നു, തപ്പിയെടുക്കണം. ഇനി പെട്ടെന്ന് ഒന്ന് വീഡിയോ ഇടുക. അപ്പൊ എനിക്ക് റെഡ് ചെയ്തിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എന്താണേലും ഈ വീഡിയോ. അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടുമല്ലോ. അപ്പൊ നിങ്ങളുമായിട്ട് എനിക്ക് അന്നേരം ഷെയർ ചെയ്യാമല്ലോ. ഇതിപ്പം മഹേഷിന് കിട്ടിയപ്പം ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പം നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഇടത്ത് കൈയില് ഉള്ളം കൈയില്, ഇത് തമാശയാന്ന് കരുതരുത് കേട്ടോ ആരും. പുച്ചി ഇത് ഭയങ്കര ഒരു എഫക്റ്റീവായ ഒരു കാര്യമാണ്. ഇങ്ങനാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനൊരു ചിഹ്നം, ഇങ്ങനെ താഴോട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു ചിഹ്നം ഇടത്ത് കൈയുടെ ഉള്ളം കൈയില് റെഡ് കളർ വെച്ച് മാത്രമേ വരയ്ക്കാവുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോയിൽ നീല എടുത്തതിന് റെഡ് കളർ ഇരിപ്പില്ല, അതുകൊണ്ട് മാത്രമാണ്. ഇത് ബ്ലൂ അല്ല, റെഡ് കളർ കൊണ്ട് മാത്രം വരച്ചാലേ പ്രയോജനം കിട്ടത്തുള്ളൂ. ഇത് വരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കൈ നന്നായിട്ട് പോയി കഴുകുക, 2 കൈയും. എന്നിട്ട് നന്നായിട്ട് തുടച്ചിട്ട് നമ്മുടെ സ്പ്രേ ഇല്ലേ, എന്തെങ്കിലും സ്പ്രേ, അത് നമ്മുടെ കയ്യിലോട്ട് അടിച്ചിട്ട് 2 കൈയും കൂടെ കൂട്ടി തിരുമി ഒരു ചൂട് വരുമല്ലോ, ആ ചൂട് വരുമ്പം നിർത്തിയിട്ട് വേണം ഈ സിമ്പല് വരയ്ക്കാൻ. അത് റെഡ് കളർ പേന വെച്ച് മാത്രം ഇങ്ങനെ സിമ്പൽ വരച്ചതിന് ശേഷം ദാ ഇവിടെ കണ്ടോ എഴുതിയേക്കുന്നത്. ഇതെന്താണ് എഴുതിയേക്കുന്നത് നോക്കിക്കോ നിങ്ങള്. ഇവിടെ എന്നാ എഴുതിയേക്കുന്നതെന്ന് ഇവിടെ എഴുതിയേക്കുന്ന നമ്പർ പറഞ്ഞു തരാം. ഇത് ഭയങ്കരാട്ടോ, നിങ്ങൾ എന്താണേലും ചെയ്യണം. 71269. എവിടെ എഴുതണ്ടേ? വാച്ച് കെട്ടുന്നതിന്റെ അവിടെ 71269 ഇവിടെ നമ്പറും റെഡ് വെച്ച് തന്നെ ഈ സിമ്പല് വരച്ച് ഇതിന്റെ നേരെ തന്നെ 71269 എഴുതുക. എഴുതുമ്പം എഴുതിക്കഴിഞ്ഞിട്ട് എഴുതിയതിന് ശേഷം നിങ്ങൾ ഈ എഴുതിയ സിമ്പലിലും ഈ നമ്പറിലോട്ട് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം എന്താ സാധിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലിരുത്തി പ്രാർത്ഥിച്ചത് ആരോടെ പ്രാർത്ഥിക്കുക? പ്രപഞ്ച ശക്തിയോട് പറയുക, എനിക്ക് ഈ ആഗ്രഹം സാധിച്ചു കിട്ടണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ദേവതകളോ, നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ ഓരോ ദേവതകളൊക്കെ, ആ ശക്തിയോട് പറയുക. നമ്മുടെ ശക്തികൾ പല ദൈവങ്ങളുണ്ടല്ലോ, അവരോടെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഇതേ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ നോക്കിയിരുന്നതിന് ശേഷം നിങ്ങൾ അന്നത്തെ ആ ഒരു ദിവസം എഴുതിയില്ലേ, എഴുതി കഴിഞ്ഞ് നിങ്ങളത് മാറ്റുക. തന്നെ പൊക്കോളും, തന്നെ അത് മാഞ്ഞു പൊക്കോളും. പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ എഴുതിയ ഇന്നത്തെ ദിവസം തന്നെ 1/2 മണിക്കൂർ 1 മണിക്കൂർ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും. അതല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇത് തന്നെ എഴുതണം. കാര്യം സാധിച്ചില്ലെങ്കിൽ ഒന്നുമില്ലേലും 2ാമത്തെ ദിവസം സാധിച്ചില്ല 3ാമത്തെ ദിവസമെങ്കിലും 3ാമത്തെ ദിവസം എഴുതുക, കാര്യം സാധിക്കുന്നിടം വരെ എന്നും പറഞ്ഞ് അങ്ങ് എഴുതി പോണ്ട. 3 ദിവസം 4 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിച്ചിരിക്കും. ഇത് ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. അവർക്കെല്ലാം ഗുണങ്ങൾ കിട്ടി. ഓരോരുത്തർക്ക് 10,000 20,000 രൂപ ലോട്ടറി വരെ അടിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കും സംഭവം കിട്ടിയല്ലോ. നമ്മുടെ മഹേഷിന് സംഭവം ഓക്കെ ആയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനും ഇനി എഴുതുന്നുണ്ട്. എന്റെ മറ്റേതിന്റെ ഇതൊക്കെ കഴിഞ്ഞു.
ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു, കടങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാനും ഇത് എഴുതുന്നുണ്ട്. ചുമല മഷി മേടിച്ചിട്ട് വേണം എഴുതാൻ. ഇത് ചുമല മഷി വെച്ച് മാത്രമേ എഴുതാവുള്ളൂ കേട്ടോ. അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാം എഴുതണം. ഞാൻ ദാ ഇവിടെ ഇതിനെക്കുറിച്ച് എഴുതിയും വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് നേരം ആകുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് അങ്ങ് മറന്നുപോകും. ഓരോ വീഡിയോ കണ്ടല്ലേ നമ്മൾ ഇതൊക്കെ എഴുതുന്നെന്ന് ചെയ്യുന്നത്. അന്നേരം ഇനിയിപ്പം എനിക്ക് എൻ്റെ വീഡിയോ നോക്കിയിട്ട് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എന്താന്ന് പറഞ്ഞാലും നിങ്ങൾ തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു പ്രാവശ്യം ഇന്നിപ്പോ എഴുതിയെന്ന് വിചാരിച്ചോ, ഓരോരുത്തർ ഇന്ന് തൊട്ട് പരീക്ഷിച്ചോ കേട്ടോ. ഇന്ന് ഇത് എഴുതിയെന്നുണ്ടെങ്കിൽ ചിലപ്പോ 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂർ, ചിലപ്പോ ഇന്നത്തെ ദിവസം നാളെ ആകുമ്പം അതിന്റെ ഫലം കിട്ടിയിരിക്കും. ഫലം കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഉടനെ തന്നെ അടുത്ത കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഴുതരുത്. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു ഗ്യാപ്പ്, ഈ പണം കിട്ടിക്കഴിയുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം. ആ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? എന്താണേലും ഞാനും ചെയ്ത് നോക്കുന്നുണ്ട്. ചെയ്ത് നോക്കിയിട്ട് അതിനും റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ്. എല്ലാവരും പോയി നോക്കിക്കോ. ഇതൊന്നും ആർക്കും മുടക്കമുള്ള കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടിയിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് പറയുക. റിസൾട്ട് എഴുതി നോക്കിയിട്ട് പറയണം. അല്ലാണ്ട് ചുമ്മാ ഇതിന് ശരിക്കും പറഞ്ഞാൽ മീൻ കൂട്ടാതിരിക്കണമെന്നോ ഇറച്ചി കൂട്ടാതിരിക്കണമെന്നോ നോണ് കൂട്ടാതിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു നൊയമ്പുമില്ല. അല്ലാതെ തന്നെ എഴുതുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സമയവും ഇല്ല. കേട്ടല്ലോ? അപ്പം നിങ്ങൾ എല്ലാവരും നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.